ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ വാർത്തകൾക്കായി ബെൽ ബട്ടൺ അമർത്തുക. എല്ലാവർക്കും നമസ്കാരം. ഒരു രാജ്യം അവരുടെ അതിർത്തിയും കടന്ന് വേറൊരു രാജ്യത്ത് പോയി ഒരു മിലിറ്ററി ഓപ്പറേഷൻ നടത്തുക, ഇത് നടക്കുമോ? ഇത് ഈയിടെയായി ഇന്ത്യയിൽ വലിയൊരു ചർച്ചാ വിഷയമാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ? ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളുകളികൾ എന്തൊക്കെയാണ്? നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഈ ഒരു ചർച്ച മുഴുവൻ തുടങ്ങുന്നത് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു വെല്ലുവിളിയിൽ നിന്നാണ്. എന്തായിരുന്നു അത്? നമുക്ക് നോക്കാം. ഇതാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. പാർലമെന്റ് അംഗമായ അസദുദ്ദീൻ ഒവൈസിയാണ് ഇത് പറഞ്ഞത്. അമേരിക്കയ്ക്കത് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് മോദിക്ക് ചെയ്തുകൂടാ? പാകിസ്ഥാനിലേക്ക് സൈന്യത്തെ അയച്ച് മസൂദ് അസ്ഹറിനെയും ഹാഫിസ് സയ്യിദിനെയും പോലുള്ള ഭീകരരെ പിടിച്ചുകൊണ്ടുവരണം. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ചെയ്യുന്ന പോലെ ഇന്ത്യക്കും പാകിസ്ഥാനിലേക്ക് കടന്നു ചെന്ന് തീവ്രവാദികളെ പിടികൂടാൻ പറ്റില്ലേ? ഇതാണ് നമ്മളിന്ന് കീറിമുറിച്ച് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ന്യായമായ ചോദ്യമാണോ, അതോ വെറുമൊരു രാഷ്ട്രീയ അടവാണോ? അതിനേക്കാളൊക്കെ ഉപരി നമ്മൾ അറിയേണ്ട കാര്യം, ശരിക്കും ഇങ്ങനെയൊരു ഓപ്പറേഷൻ ഇന്ത്യയെക്കൊണ്ട് സാധിക്കുമോ? ഇതിനുള്ള ഉത്തരമാണ് നമ്മൾ ഈ വിശകലനത്തിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ വെല്ലുവിളി പെട്ടെന്ന് എവിടെ നിന്നാണ് പൊങ്ങി വന്നതല്ലേ? അതിനൊരു കാരണമുണ്ട്. നമുക്കതിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഈ ചർച്ചയുടെയൊക്കെ തുടക്കം അമേരിക്ക വെനസ്വേലയിൽ നടത്തിയ ഒരു സ്പെഷ്യൽ ഫോഴ്സ് ഓപ്പറേഷനാണ്. അവിടുത്തെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ, അദ്ദേഹത്തെ പിടികൂടാനായിരുന്നു ആ ഓപ്പറേഷൻ. ഈ ഒരു സംഭവമാണ് ഇന്ത്യയിലും സമാനമായ ചർച്ചകൾക്ക് തീ കൊളുത്തിയത്. അപ്പോൾ ഈ വാർത്ത പുറത്തു വന്നോടെ ഇന്ത്യയിൽ ഒരു തരം ആവേശത്തിൻ്റെ തരംഗം തന്നെയുണ്ടായി. ആളുകൾ പറഞ്ഞു തുടങ്ങി, അമേരിക്കയ്ക്ക് ചെയ്യാമെങ്കിൽ നമുക്കും എന്തുകൊണ്ട് ചെയ്തുകൂടാ? പാകിസ്ഥാനുള്ള തീവ്രവാദികൾക്കെതിരെ ഇതുപോലെ നേരിട്ടൊരു ആക്ഷൻ എടുക്കണം എന്നൊക്കെ ശക്തമായ ആവശ്യങ്ങൾ ഉയർന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഒവൈസിയുടെ പ്രസ്താവന ശരിക്കും ശ്രദ്ധ നേടുന്നത്. പക്ഷേ ഇവിടെയാണ് നമ്മളൊരു പ്രധാന കാര്യം മനസ്സിലാക്കേണ്ടത്. അമേരിക്ക വെനസ്വേലയിൽ ചെയ്യുന്നത് പോലെ ഇന്ത്യക്ക് പാകിസ്ഥാനിൽ ചെയ്യാൻ പറ്റുമോ? ഉത്തരം വളരെ സിമ്പിളാണ്. പാകിസ്ഥാൻ വെനസ്വേലയല്ല. എന്തുകൊണ്ടാണ് ഈ താരതമ്യം ഒട്ടും ശരിയല്ലാത്തത് എന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, ഈ രണ്ട് സാഹചര്യങ്ങളും തമ്മിൽ ആനയും ആടും പോലത്തെ വ്യത്യാസമുണ്ട്. അമേരിക്ക വെനസ്വേലയിൽ ഓപ്പറേഷൻ നടത്തുമ്പോൾ അവിടെ വലിയൊരു തിരിച്ചടി അവർ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അവിടുത്തെ എയർ ഡിഫൻസ് നെറ്റ്വർക്ക്, അതായത് വ്യോമ പ്രതിരോധ സംവിധാനം വളരെ ദുർബലമാണ്. പക്ഷേ ഇന്ത്യയുടെ കാര്യം അങ്ങനെയല്ല. പാകിസ്ഥാനിൽ നമ്മളിങ്ങനെ ഒരു നീക്കം നടത്തിയാൽ ഒരു സൈനിക തിരിച്ചടി ഉറപ്പാണ്. കാരണം എന്താ? അവരുടെ എയർ ഡിഫൻസ് നെറ്റ്വർക്ക് വളരെ ശക്തമാണ്, എപ്പോഴും ആക്റ്റീവുമാണ്. അപ്പോൾ ഇങ്ങനെയൊരു ഓപ്പറേഷൻ്റെ ഘടന എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാലോചിച്ചു നോക്കൂ. ആദ്യം ഹെലികോപ്റ്ററുകളിൽ ശത്രുരാജ്യത്തിൻ്റെ ആകാശത്തേക്ക് നുഴഞ്ഞു കയറണം. അത് കഴിഞ്ഞാലോ അവരുടെ റഡാറുകളും എയർ ഡിഫൻസ് സിസ്റ്റംസും നിർവീര്യമാക്കണം. എന്നിട്ട് വേണം സൈന്യത്തെ നിലത്തിറക്കി നമ്മുടെ ടാർഗറ്റിനെ പിടികൂടാൻ. അവസാനം അവിടുന്ന് വെടിയൊച്ചകൾക്കിടയിലൂടെ സൈനികരെയും പിടികൂടിയ ആളെയും കൊണ്ട് സുരക്ഷിതമായി തിരിച്ചു വരണം. ഇത് കേൾക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. വളരെ സങ്കീർണവും അപകടം നിറഞ്ഞതുമായ ഒരു ദൗത്യമാണിത്. അതായത് ചുരുക്കി പറഞ്ഞാൽ, പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ആദ്യം തകർക്കണം. അതിനർത്ഥം ഒരു ചെറിയ ഓപ്പറേഷനു വേണ്ടി ഒരു മുഴുനീള യുദ്ധം തന്നെ തുടങ്ങേണ്ടി വരും. അല്ലാതെ പെട്ടെന്ന് പോയി ഒരാളെ പിടിച്ചുകൊണ്ട് വരാൻ പറ്റില്ല. ഇപ്പം ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ എല്ലാം മനസ്സിൽ ഒരു ചോദ്യം വരുന്നുണ്ടാവും. എനിക്കറിയാം, അപ്പോൾ ബിൻ ലാദന്റെ കാര്യമോ? അമേരിക്ക പാകിസ്ഥാനിൽ കയറി ഒസാമ ബിൻ ലാദനെ കൊന്നില്ലേ? അപ്പോൾ പിന്നെ ഇന്ത്യക്ക് എന്താ പ്രശ്നം? അതെ, ആ ചോദ്യം വളരെ പ്രസക്തമാണ്. 2011 ബിൻ ലാദനു വേണ്ടി അമേരിക്കയ്ക്ക് പാകിസ്ഥാന്റെ ആകാശത്ത് കയറാമെങ്കിൽ ഇന്ത്യക്ക് എന്തുകൊണ്ട് അതുപോലെ ചെയ്തുകൂടാ? നമുക്ക് നോക്കാം. ശരി, ഈ ബിൻ ലാദൻ റെയ്ഡിന് 2 വശങ്ങളുണ്ട്. ഔദ്യോഗികമായി അമേരിക്ക പറയുന്നത് അതൊരു രഹസ്യ ഓപ്പറേഷനായിരുന്നു, പാകിസ്ഥാനൊന്നും അറിഞ്ഞില്ല എന്നാണ്. എന്നാൽ പല വിശകലനങ്ങളും പറയുന്നത് മറ്റൊന്നാണ്. അവരുടെ അഭിപ്രായത്തിൽ പാകിസ്ഥാൻ ഇതിൽ പരോക്ഷമായ പങ്കാളിത്തമുണ്ടായിരുന്നു. അതായത് പാകിസ്ഥാന് കാര്യങ്ങൾ അറിയാമായിരുന്നിരിക്കാം, പക്ഷെ അവർ മിണ്ടാതിരുന്നു. കാരണം അമേരിക്കയിൽ നിന്നുള്ളൊരു തിരിച്ചടിയെ അവർ ഭയന്നിരുന്നു. ഇതാണ് യാഥാർത്ഥ്യമെന്നാണ് പലരും വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. അമേരിക്കയോട് തിരിച്ചടിക്കാൻ പാകിസ്ഥാൻ ഒരിക്കലും ധൈര്യപ്പെടില്ല. പക്ഷേ അതേ കാര്യം ഇന്ത്യയാണ് ചെയ്യുന്നതെങ്കിലോ അവരൊരു സംശയവും കൂടാതെ തിരിച്ചടിച്ചിരിക്കും. ഇതാണ് ആ ജിയോ പൊളിറ്റിക്സിലെ വ്യത്യാസം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇന്ത്യക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണോ? അല്ല, അവിടെയാണ് നമ്മളൊരു പ്രധാനപ്പെട്ട വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. അതായത് ഒരാളെ ജീവനോടെ പിടികൂടുന്നതും അയാളെ വധിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. നോക്കൂ, ഒരു ക്യാപ്ചർ മിഷൻ, അതായത് ഒരാളെ ജീവനോടെ പിടികൂടാനുള്ള ദൗത്യത്തിന് സൈന്യം നേരിട്ട് അവിടെ എത്തണം. അത് വളരെ റിസ്ക് കൂടിയൊരു ഓപ്പറേഷനാണ്. എന്നാൽ ഒരു കിൽ മിഷൻ അങ്ങനെയല്ല. അതായത് ഒരാളെ വധിക്കാനുള്ള ദൗത്യം, അതിന് റിസ്ക് വളരെ കുറവാണ്. കാരണം നമുക്ക് ബ്രഹ്മോസ് പോലുള്ള മിസൈലുകൾ ഉപയോഗിച്ച് ദൂരെ നിന്ന് തന്നെ ലക്ഷ്യം ഭേദിക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ തെളിയിക്കപ്പെട്ട കഴിവ്.
കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പാകിസ്ഥാന്റെ ഏതു കോണിലുമുള്ള ഒരു ടാർഗറ്റിനെ ഇല്ലാതാക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ബ്രഹ്മോസ് പോലുള്ള മിസൈലുകൾ ഉപയോഗിച്ച് ഇത് നടപ്പിലാക്കാം. ഇതിന് ഉദാഹരണങ്ങളുമുണ്ട്. ബഹാവൽപൂരിലും മുറിദ്കയിലുമുള്ള ഭീകര ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യ മുൻപ് നടത്തിയ വിജയകരമായ ആക്രമണങ്ങൾ നമ്മൾ ഓർത്താൽ മതി. അതുകൊണ്ട് കാര്യങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞാൽ, ഒരു 30 മിനിറ്റ് കൊണ്ട് പാകിസ്ഥാനിൽ കയറി ഒരാളെ പിടിച്ചുകൊണ്ടുവരുന്ന ഓപ്പറേഷൻ ഒരുപക്ഷെ അസാധ്യമായിരിക്കാം. എന്നാൽ കൃത്യമായി ഒരു ടാർഗറ്റിനെ ഇല്ലാതാക്കാനുള്ളൊരു ഓപ്പറേഷൻ ഇന്ത്യയുടെ കഴിവിനുള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ ഇവിടെയാണ് അവസാനത്തെ ചോദ്യം. ഇന്നത്തെ ഈ ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തിയുടെ അളവുകോൽ എന്താണ്? ഇതുപോലെയുള്ള നാടകീയമായ നീക്കങ്ങളാണോ, അതോ തന്ത്രപരമായ കൃത്യതയോടെ ലക്ഷ്യം ഭേദിക്കുന്നതാണോ? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്ത് തോന്നുന്നു എന്ന് ചിന്തിക്കുക.